വേദയുടെയും വിക്രത്തിൻ്റെയും നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വിശേഷം പവിത്രം സീരിയലിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ വേദയുടെ കുടുംബമാണ്. അവിടെയൊക്കെ വേദയെക്കുറിച്ചുള്ള ചർച്ചയാണ്. മുത്തശ്ശിയാണ് എല്ലാവരും പഴിചാരുന്നത്. മുത്തശ്ശി കാരണമാണ് വേദ പോകാൻ കാരണമായതെന്നും അതുപോലെ മുത്തശ്ശി എന്തിനാണ് അവളെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയതെന്നും പൂജാരിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിച്ചതെന്നും അങ്ങനെ പൂജാരിയുടെ വായിൽ നിന്ന് കേട്ടത് അവൾക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഴംപുരാണങ്ങളൊക്കെ മുത്തശ്ശിയുടെ കേട്ട് വളർന്നതല്ലേ, അതുകൊണ്ട് തന്നെ മുത്തശ്ശി തന്നെയാണ് തെറ്റുകാരി എന്ന് പറയുകയാണ്. അമ്മ തന്നെയാണ് തെറ്റുകാരി എന്ന് പറയുകയാണ്. നമ്മുടെ വേദയുടെ അച്ഛൻ പറയുകയാണ്. അങ്ങനെ വേദയുടെ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തി അതുപോലെ എല്ലാവരും കൂടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഒരിക്കലും അവളിങ്ങോട്ട് വന്നാൽ അവളെ എൻ്റെ മകളായിട്ട് സ്വീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോവുകയാണ്. അപ്പോൾ വേദയുടെ അമ്മയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. വേദയുടെ അച്ഛനും അമ്മയോട് പറയുകയാണ്, നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ മോളല്ലേ, ഞാനെങ്ങനെ എൻ്റെ മോളെ ഉപേക്ഷിക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അവരുടെ ജീവിതം കണ്ട് എല്ലാവരും മനസ്സിലാക്കട്ടെ, അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയിരിക്കുന്നതെന്ന്. മഹേശ്വരൻ അവൾക്ക് നല്ലൊരു ജീവിതമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ മാറ്റി തിരുത്തി എഴുതുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സീനെ കാണിക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രവും തമ്മിലുള്ള സീനാണ്. പിന്നെ വേദയെ കൊണ്ട് സത്യം പറഞ്ഞ വേദയെ കൊണ്ട് വിക്രം ശരിക്കും ആകെ കഷ്ടപ്പെടുകയാണ്. ഒരു സ്വൈര്യമില്ലാതിരിക്കുകയാണ്. വിക്രത്തെ മൈൻഡ് ചെയ്യാതെ വേദയെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വേദ അങ്ങനെ ഒരു ഹോളിലിങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോൾ വിക്രം വരികയാണ്. എന്നിട്ട് വിക്രം വന്നിട്ട് ദേഷ്യം വന്നിട്ട്, നീ എന്തിനാണ് വെറുതെ ഇവിടെ വന്ന് കിടക്കുന്നത്? ഏസി റൂമിൽ കിടക്കാനുള്ള നീയല്ലേ, എന്തിനാണ് നിൻ്റെ തലയിലെഴുത്ത് മാറ്റി എഴുതുന്നത്? നിനക്ക് വിവരമില്ല, പക്ഷെ നീ വലിയൊരു വീട്ടിലെ ദൈവം നിന്നെ ജനിപ്പിച്ചത്, ഒരു ലക്ഷറി ലൈഫൊക്കെ നിനക്ക് കിട്ടിയില്ലേ, അതൊക്കെ നിനക്ക് ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊതുകിനെ കൊല്ലുന്ന പോലെ നമ്മുടെ വേദ എന്ത് ചെയ്തു, അടുത്തിരുന്ന വിക്രമിൻ്റെ കവിളത്ത് ഒരൊറ്റ അടി കൊടുത്തു. കൊതുകാണെന്നും പറഞ്ഞിട്ട് വേദ അങ്ങ് വിടുകയാണ്. പക്ഷേ വിക്രമത്തിന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, സഹിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ കൊതുകിനെ പിടിച്ചിട്ട് പറഞ്ഞു, ശല്യം മാറണം, വന്നോളും എൻ്റെ മുന്നിലേക്ക് ഏത് നേരവും തല്ലുകൊള്ളാനായിട്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനോട് പറയുന്ന പോലെ പറയുകയാണ്. അതേടി, ഞാൻ മാരണോ അടി, അതും ഞാൻ മാരണമായതാണ് കൊണ്ടാണല്ലോ അടി നീ ഇവിടെ വന്നത്, നിന്നെ ഞാൻ പുകച്ച് പുറത്ത് അടിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ ഒരു ഏഴത്തി കൊതുകുതിരി കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ വേദ പറഞ്ഞു, താങ്ക്സ് ഏടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീനുകൾ വേദയുടെ അച്ഛനും വിക്രത്തിൻ്റെ അച്ഛനുമാണ് കാണിക്കുന്നത്. വിക്രത്തിൻ്റെ അച്ഛൻ രാവിലെ പറമ്പിലേക്ക് പണിയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ വിക്രത്തിൻ്റെ അമ്മ കൂടി ചെല്ലുകയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ രാവിലെ ജോലിക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചായ പോലും നിങ്ങൾ കുടിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വീട്ടിലിരുന്ന് സ്വൈര്യവും സമാധാനം ഇല്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അതെന്താ സ്വൈര്യവും സമാധാനം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ നടന്ന സംഭവമാണോ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക, നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. നീ മറ്റൊന്നും ചെയ്യേണ്ട, ആ കുട്ടിയെ പരിഗണിക്കാതിരുന്ന ആ കുട്ടിയെ അങ്ങ് മൈൻഡ് ചെയ്ത് അങ്ങ് പൊക്കോളും. അതിനോട് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ വീട്ടിലേക്ക് പോയാലോ, അത് ഓർത്തിട്ടാണ് ഞാൻ ആ കുട്ടിയെ അങ്ങനെയൊക്കെ പറഞ്ഞത്, ആ കുട്ടിയെ വെറുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തല്ലേ കുട്ടിയെ എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും മഹേശ്വരൻ്റെ മുന്നിൽ വെച്ച് കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ താലി വലിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുമോ? അപ്പോഴേക്കും ആകെ ഒന്ന് അന്താളിച്ച് പോയെങ്കിലും വിക്രത്തിൻ്റെ അച്ഛൻ, സത്യമാണ്, ഒരിക്കലും ഒരു പെണ്ണ് ആദ്യമായി കെട്ടിയ താലി വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിസ്സാരമായി കാണില്ല, ഒരു പെണ്ണും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെയാണ് വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. നാളത്തെ വിശേഷം എന്ന് പറയുന്നത്, നേരം വെളുത്തല്ലോ, നേരം വെളുത്തിട്ട് നമ്മുടെ വിക്രം എന്ത് ചെയ്യുക, നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് വരികയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ വരികയാണ്. വേദയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു റൂമിന് ഒരു ബാത്റൂം വെച്ചിട്ടുണ്ട്, എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇവൾക്ക് ബാത്റൂം പോകണമെങ്കിൽ വിക്രത്തിനെ വെളിയിലാക്കണം. വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വാതിലിങ്ങനെ കൊട്ടുകയാണ്. ഇവൾക്കാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റും പിന്നെ ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഒരുമിച്ചാണല്ലോ. വാതിൽ കൊട്ടുന്ന സമയത്ത് ആരാ ചോദിക്കുമ്പോൾ ഞാൻ വേദയാണെന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ വേണ്ടത്, ഇവിടെ സ്വൈര്യം തരില്ലേ എന്ന് ചോദിക്കുകയാണ്. ബാത്റൂമിൽ നീ എനിക്ക് സ്വൈര്യം തരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേഗം ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, എനിക്ക് കയറാനെന്ന് പറയുമ്പോൾ, നീ എന്തിനാ കയറി, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നീ കയറിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വാതിൽ തുറന്നപ്പോൾ നമ്മുടെ വേദ വിക്രത്തിനെ വലിച്ചടിച്ചിട്ട് വേദ അങ്ങ് അകത്ത് കയറി. വേദ അവിടെ തന്നെ ആധിപത്യം സ്ഥാപിച്ചു കേട്ടോ. നമ്മുടെ
വിക്രത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ തന്നെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് എന്തൊരു നാശമാണ്, മനുഷ്യനെ കുളിക്കാനും സമ്മതിക്കില്ല, മനുഷ്യനെ സൗകര്യം നഷ്ടപ്പെട്ട് എന്തിനാ ഇവളെ കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ആകെ മൊത്തം സൗകര്യമായിട്ടിരിക്കുന്നത് ബാത്റൂമിലായിരുന്നു. അതും ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞിട്ട് വേദയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏടത്തി ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഏടത്തി ഇത് കേട്ടിട്ട് മാറിപ്പോവാണ്. ഏടത്തിക്ക് മനസ്സിലായി വിക്രത്തെ പൂട്ടിക്കെട്ടാനുള്ള കഴിവ് നമ്മുടെ വേദയ്ക്കുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ എന്താ പറ്റിയ, അതാ പെണ്ണ് കയറി അകത്തിരിക്കുകയാണ്. അത് പിന്നെ അവളുടെ വീട്ടിൽ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ ഇങ്ങനെ ഒരു ബാത്റൂമൊന്നും അല്ലല്ലോ. അപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ മോനെ. നാശത്തിന് ഏത് നേരത്താണോ ഞാൻ ആ സമയത്ത് അമ്പലത്തിൽ പോയതും ആ പെണ്ണിനെ കഴുത്തിൽ താലി കെട്ടാൻ തോന്നിയതും ഒക്കെ എനിക്ക് കലി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുത്തോണ്ട് നടക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് കിണറിൻ്റെ അരികത്ത് പോയിട്ട് തലയിൽ കൂടെ വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ട് ഒരു വിധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വേദയുടെ വീട് കാണിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ. അപ്പോൾ വേദയുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല, മകളെ കാണാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ വേദയുടെ അമ്മ മുത്തശ്ശിയോട് പറയണം, അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് ആ ചെറുക്കൻ്റെ വീട് എവിടെയാണെന്ന് അറിയോ, ആ വിക്രം എന്ന് പറയുന്നത്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ, എനിക്ക് എൻ്റെ മോളെ കാണാൻ തോന്നുന്നു, എനിക്കൊരു സമാധാനമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ വാ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വേദയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു റൂം പോലും വേദയ്ക്കില്ല. വേദ ബാഗ് എടുത്ത് ആ റൂമിൽ തന്നെ വയ്ക്കുകയാണ്. അവിടെ എല്ലാം തുണിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ വേദയുടെ അമ്മയും കൂടെ അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കണ്ടുകൊണ്ടാണ് അടുത്ത എപ്പിസോഡ് കാണിക്കുന്നത്. വേദ അവിടെ ഓടി ചെല്ലുകയാണ്. അപ്പോഴേക്കും കയറി ചെല്ലുന്നുണ്ട്, വേഗം വന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോൾക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ. മുത്തശ്ശി സുഖമാണ്, എനിക്കിവിടെ സുഖമാണ്, വേറെ സുഖക്കേടൊന്നുമില്ല മുത്തശ്ശിക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ മോളില്ലാതെ ആ ഒരു വീട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, ആ വീടെന്തോ ഉറങ്ങി തൂങ്ങിയ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മ വേദയെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ബാഗ് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് കാണാം. വേദയുടെ അമ്മ ചോദിച്ചു, ഇതെന്താ മോളെ ബാഗ് അവിടെ ഇരിക്കുന്നത്? അത് പിന്നെ അമ്മേ വേറൊന്നുമല്ല, ബാഗ് എനിക്ക് മനസ്സിലായി, നിനക്ക് ഇവിടെ ഒരു റൂം പോലും ഇല്ല അല്ലേ, ഈ വീട്ടിൽ നിൻ്റെ സ്ഥാനം എന്താണെന്ന് ആ ബാഗ് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ആ ബാഗ് ഇരിക്കുന്നതേ ഹോളിലാണ്, ഒരു റൂമിൻ്റെ സ്ഥാനമില്ലാതെ നിനക്കപ്പോൾ ഈ ഒരു ഹോളിലാണ് കിടക്കുന്നതല്ലേ, അപ്പം നീ കട്ടിലല്ലേ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മ അറിയേണ്ട കാര്യമുണ്ടോ? ഏതായാലും എന്ത് സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അമ്മ ഇപ്പോൾ എന്തിനാണ് എന്നെ കാണാനല്ലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മ പിന്നെ പോവുക, വേറെ കാര്യമൊന്നും അമ്മ അന്വേഷിക്കേണ്ട കാര്യമില്ല. മോൾ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിനൊക്കെയെന്ന് പറയുമ്പോൾ ദൈവം ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടല്ലോ, അതിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല അമ്മ സംഭവിക്കുന്നത്. ദൈവം എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്, ആ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ മുള്ളുകളും കല്ലുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്തായാലും അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയല്ലേ മുത്തശ്ശി ഇത് കണ്ടത്? ഈ ഒരു വിവാഹം 7 ജന്മങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിവാഹം എനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതെത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണെങ്കിലും, അതെത്ര ഞാനിപ്പോൾ കരഞ്ഞു തീർക്കാനുള്ളതാണെങ്കിലും അത് ഞാൻ തീർത്തല്ലേ പറ്റുള്ളൂ. ഒരമ്മ എന്ന നിലയിൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അവരവിടുന്ന് പോകുന്നത്. വിക്രത്തിൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞു, എൻ്റെ മോളെ ഒരു കുറവും കൂടാതെ തന്നെ നോക്കണം, അവളൊരു പാവം പെൺകുട്ടിയാണ്, അവൾക്ക് അങ്ങനെ വിശാലമായിട്ടുള്ള ലോകത്തെക്കുറിച്ചൊന്നും അവൾക്ക് അറിയില്ല. ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണങ്ങളും അതുപോലെ വിശ്വാസങ്ങളും ഒക്കെയാണ് അവളുടെ മനസ്സ് നിറയെ വിശ്വാസമാണ്. അവളുടെ ഏറ്റവും ഇഷ്ട ദൈവം മഹേശ്വരനാണ്. അതുകൊണ്ടാണ് അവൾക്ക് കുറച്ച് ദേഷ്യവും എടുത്തുചാട്ടമൊക്കെ കൂടുതലുണ്ടായിരിക്കാം. എന്നാലും എൻ്റെ മോളെ ഞാനിവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോവുകയാണെന്ന് പറയുകയാണ്. വിക്രത്തിനമ്മ ഇങ്ങനെ പറയും, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും, ഞങ്ങളിവിടെ തള്ളി മാറ്റി നിർത്തുന്നതൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ എന്നോർത്തിട്ട് തന്നെയാണ് എൻ്റെ ഭർത്താവ് അത് ചെയ്തത്. പക്ഷേ എനിക്ക് മനസ്സിലായി, അവൾ അങ്ങനെയൊന്നും വിക്രത്തെ വിട്ടു പോവില്ല, എന്തോ ഇത് ദൈവം തന്നെ കൂട്ടിവെച്ച ബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇത് പറിച്ചറിയാൻ കഴിയില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മരണം പോകുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലാണ് വിക്രം നിൽക്കുന്നത്. വിക്രം വീട്ടിൽ വരാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കൂട്ടുകാരോട് പോലും എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ വലിയൊരു വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കിട്ടിയില്ലേ നിനക്ക്, നീ മനസ്സിലാക്കിയെന്ന് പറയുകയാണ്. എന്തായാലും അവൾ നിന്നെ തള്ളി പറയുന്നില്ലല്ലോ, കുറ്റപ്പെടുത്തുന്നില്ലല്ലോ, നിന്നെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നതല്ലേ, അങ്ങനെ ഒരു പെണ്ണ് വന്നപ്പോൾ നീ ധൈര്യമായിട്ടിരിക്കണമെന്ന് പറയുന്നുവെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈതുള്ളി നടക്കുകയാണ് നമ്മുടെ വിക്രം. എന്താണ്ട് ഈ ഒരു സീനൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ ഫുൾ വിശേഷങ്ങളൊക്കെ വന്നിട്ടില്ല. ഫുൾ വിശേഷങ്ങളും ഉച്ചയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി
കുറച്ച് എപ്പിസോഡ്സ് കൂടെ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫുൾ വിശേഷങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കി എപ്പിസോഡ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.